ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിൻഡോസ് ലാപ്ടോപ്പിൽ എങ്ങനെ നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഇപ്പം വിൻഡോസ് 11 അതിന് സെപ്പറേറ്റ് ആപ്പൊന്നും നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡിഫോൾട്ട് ആയിട്ട് തന്നെ അതിനുള്ള ആപ്പുകളൊക്കെ വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഒന്നുകിൽ നിങ്ങൾക്ക് ആ ഒരു ആപ്പ് സെർച്ച് ചെയ്യാം. ഇപ്പം ഇവിടെ താഴെ സെർച്ച് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്നിപ്പിംഗ് ടൂൾ എന്നുള്ളത് സെർച്ച് ചെയ്താൽ മതി. സ്നിപ്പിംഗ് ടൂൾ എന്നുള്ളത് സെർച്ച് ചെയ്യുമ്പോൾ ഇതുപോലുള്ള റിസൾട്ട് കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്പ് ഓപ്പൺ ആവുന്നതായിരിക്കും. എന്നിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ന്യൂ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ സെർച്ച് ചെയ്യണം എന്ന് നിർബന്ധമില്ല, നമുക്കൊരു ഷോർട്ട് കട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഷോർട്ട് കട്ട് എന്താണെന്ന് വെച്ചാൽ, വിൻഡോസിന്റെ ഈ ഒരു ലോഗോ ഉള്ള ബട്ടൺ കാണാൻ പറ്റും. അതിൽ ഞെക്കി പിടിക്കുക, ഷിഫ്റ്റിൽ ഞെക്കി പിടിക്കുക, അതിന്റെ കൂടെ എസ് ബട്ടണിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓപ്പൺ ആവുന്നതായിരിക്കും. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഒരു വീഡിയോയുടെ ചിഹ്നം കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏതൊക്കെ ഭാഗമാണോ റെക്കോർഡ് ചെയ്യേണ്ടത് ആ ഒരു ഭാഗങ്ങൾ സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ഇപ്പോൾ സ്ക്രീൻ ഫുൾ ആയിട്ട് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം മുതൽ നമ്മൾ ഒന്ന് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യാനും മൗസിൽ ഈ ഒരു ലെഫ്റ്റ് ഭാഗത്ത് ഞെക്കി പിടിച്ചിട്ട് മുകളിൽ നിന്ന് താഴത്തോട്ട് നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു എൻഡ് മുതൽ ഈ ഒരു എൻഡ് വരെ ഡ്രാഗ് ചെയ്യുക. അപ്പം ഇത് ഫുള്ള് സെലക്ട് ആവുന്നതായിരിക്കും. അപ്പം ഈ ഒരു ഏരിയ ആണ് റെക്കോർഡ് ചെയ്യേണ്ടത്, അത് നമ്മൾ സെലക്ട് ചെയ്തു. ഇനി കുറച്ച് ഭാഗം മതി എന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം മാത്രം നിങ്ങൾക്ക് സെലക്റ്റും ചെയ്യാവുന്നതാണ്. എന്തായാലും ഞാൻ ഫുൾ സ്ക്രീന് റെക്കോർഡ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഫുള്ള് സെലക്ട് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് മൈക്രോഫോണിന്റെ ഓപ്ഷനാണ്. മൈക്രോഫോൺ ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് മ്യൂട്ട് ഒഴിവാക്കിയാൽ മതി. അതല്ല സിസ്റ്റം സൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഓൺ ആക്കി വെക്കാം. അല്ല സിസ്റ്റം സൗണ്ട് വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഓഫും ആക്കി വെക്കാവുന്നതാണ്. ഇപ്പം ഞാൻ രണ്ടും ഓൺ ആക്കി വെക്കുകയാണ്. എന്തായാലും അത് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ട് ബട്ടൺ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. 3, 2, 1 എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഇപ്പം റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തൊക്കെയാണോ റെക്കോർഡ് ചെയ്യേണ്ടത് അത് കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്യുക. അതിനുശേഷം എന്തെങ്കിലും പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോസ് ബട്ടൺ ഉണ്ട്. പോസ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഇത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പം പോസ് ചെയ്ത് വീണ്ടും ഇത് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതിന് മുമ്പ് ഇത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിലീറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം അത് സേവ് ആവാതെ ഡിലീറ്റ് ആയിട്ട് പോകുന്നതായിരിക്കും. എന്തായാലും സേവ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചുവപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോൾഡർ നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ ഇതാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോ. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, സ്ക്രീൻ റെക്കോർഡിംഗ് ഓട്ടോമാറ്റിക് ആയിട്ട് ആപ്പിലോട്ട് സേവ് ആവാറുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ സേവ് ബട്ടൺ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇത് ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് സേവ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനൊരു എക്സാമ്പിളിന് ഈ ഒരു ഫോൾഡറിൽ ഇത് സേവ് ചെയ്യാണ്. സേവ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സേവ് ആവുന്നതായിരിക്കും. ഇനി ആ ഒരു ഫോൾഡറിൽ പോയി നോക്കുമ്പോൾ നമുക്ക് ഇത് സേവ് ആയിട്ടുള്ളതായിട്ട് കാണാനും പറ്റുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് വിൻഡോസിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.